നമ്മുടെ കുഞ്ഞിൻ്റെ ചോറൂണായതുകൊണ്ട് നമ്മൾ ഗുരുവായൂരേക്ക് തലേന്നേ പോവാട്ടോ. അവിടെ വെച്ച് തന്നെ ചോറ് കൊടുക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ കല്യാണം നടന്നത് ഗുരുവായൂർ വെച്ചിട്ട് തന്നെയായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾക്ക് കയറി തൊഴാനൊന്നും പറ്റിയിരുന്നില്ല, അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. അപ്പോൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കുഞ്ഞിന് ചോറൂണ് അവിടെ വെച്ച് കൊടുക്കാമെന്നുള്ളതും എന്നിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരുമിച്ച് തൊഴാമെന്നുള്ളതുമായിരുന്നു. ഇതാട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. ഞങ്ങളുടെ മാരേജിന് ഹസ്ബൻഡ് ഫാമിലി റിലേറ്റീവ്സ് എല്ലാം സ്റ്റേ ചെയ്തത് ഈ ഹോട്ടലിൽ തന്നെ ആട്ടോ. നമ്മൾ വന്ന് ഫ്രഷ് ആയിട്ട് നേരെ അമ്പലത്തിലോട്ട് ഇറങ്ങിയിട്ടോ, തൊഴാൻ വേണ്ടിയിട്ടല്ല. അറിയാലോ കുഞ്ഞിന് ചോറ് കൊടുത്തതിന് ശേഷമേ കയറി തൊഴാൻ പറ്റും എന്നുള്ളത്. ഞങ്ങളോട് വന്ന ബാക്കിയുള്ളവരൊക്കെ തൊഴാൻ വേണ്ടിയിട്ട് പോയിട്ടോ. മഴ പെയ്തെങ്കിലും ഒടുക്കത്തെ ചൂടായിരുന്നു. കുഞ്ഞിനാണെങ്കിൽ ശകലം പോലും ചൂട് പറ്റില്ല. പിന്നെ ഞങ്ങൾ വന്നു നേരെ ഡ്രസ്സൊക്കെ മാറി വീണ്ടും ഒന്നുകൂടെ പോയി. പക്ഷെ ആ വീഡിയോ ഒന്നും ഞാൻ പിന്നെ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഞാൻ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തോ വാങ്ങുന്നതിനെ പറ്റിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പോയ ദിവസം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളോട് വന്നവർക്കൊക്കെ പെട്ടെന്ന് കയറി തൊഴാൻ പറ്റി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അവിടെ സ്റ്റേജിൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ റെഡിയായി ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങിയ സമയത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അപ്പം തന്നെ കുറച്ച് നേരെ പെയ്തുള്ളൂ. അങ്ങനെ മഴ പെയ്ത് തോർന്നപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടോ. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞിട്ട് മുല്ലപ്പൂ വാങ്ങിക്കാൻ പോയി. അന്നത്തെ ദിവസം കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അറിയാലോ ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഫോണെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാട്ടോ പോയത്. സീറ്റാക്കി കഴിഞ്ഞാൽ അവർ തന്നെ ഫോട്ടോസൊക്കെ എടുത്തിരും കേട്ടോ. അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം.